ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. തരംഗം എഴുത്തും വായനയും പ്രതിമാസ പരിപാടിക്ക് വി പാർക്കിൽ തുടക്കമായി. പുസ്തക വായനാ സംസ്കാരം പുതുതലമുറകളിലും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തരംഗം ആവിഷ്കരിച്ചിട്ടുള്ളത്. PN പണിക്കർ ഫൗണ്ടേഷൻ, ജില്ലാ ഭരണകൂടം, പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവ സംയുക്തമായാണ് തരംഗത്തിൻ്റെ സംഘാടനം. ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ K. ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. K. ജയകുമാർ രചിച്ച വയലാർ ഗാനരചനയിലെ ഗാന്ധർവം എന്ന പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. വയലാർ, K. ജയകുമാർ എന്നിവരുടെ ഗാനങ്ങൾ ആലപിച്ചു. പ്രതികൂല കാലാവസ്ഥയും മത്സ്യബന്ധന യാനങ്ങളുടെ അപകടങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ദുരന്ത പ്രതിരോധത്തിനായി കളക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നു. തീരപ്രദേശങ്ങളിലെയും മത്സ്യത്തൊഴിലാളികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തു. ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികളെ പ്രാപ്തരാക്കാനും ലൈഫ് ജാക്കറ്റ് പോലുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ കൂടുതൽ ലഭ്യമാക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തു. ജില്ലയിലെ ദേശീയപാത നിർമ്മാണം വിലയിരുത്താൻ കളക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നു. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ കടമ്പാട്ടുകോണം ഇടമൺ മേഖലയിലെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് അറിയിച്ചു. കടമ്പാട്ടുകോണം ഇടമൺ തുടർ നിർമ്മാണ പ്രവൃത്തികൾക്ക് നടപടികൾ സ്വീകരിക്കുമെന്നും അവർ അറിയിച്ചു. ദേശീയപാതയോട് ചേർന്ന വിവിധയിടങ്ങളിൽ ബസ് ഷെൽട്ടർ നിർമ്മാണങ്ങൾക്ക് സ്ഥലമേറ്റെടുപ്പ് നടപടികൾ വേഗത്തിലാക്കാനും നിർദ്ദേശം നൽകി. 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം അവസാനിച്ചതായി അറിയിച്ചുകൊണ്ട് ജൂലൈ 31 അർദ്ധരാത്രി 12-ന് കൊല്ലം നീണ്ടകരയിൽ ഫിഷറീസ് അധികൃതർ വിസിൽ മുഴക്കി. മോശം കാലാവസ്ഥ മൂലം മത്സ്യബന്ധനത്തിന് വിലക്കുള്ളതിനാൽ അധികം ബോട്ടുകൾ കടലിൽ പോയില്ല. നീണ്ടകര പാലത്തിനടിയിൽ കൂടി ഒരേ സമയം നിരവധി ബോട്ടുകൾ എത്തിയാൽ തിരക്കുമൂലം അപകടമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് തൂണുകളിൽ ബന്ധിച്ചിരുന്ന ചങ്ങല 10 മണിയോടെ അഴിച്ചുമാറ്റി ബോട്ടുകൾക്ക് പാലത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് തങ്ങാൻ അവസരമൊരുക്കിയിരുന്നു. പുതിയ സീസണിൻ്റെ ആരംഭ സൂചകമായി ശക്തികുളങ്ങര ഹാർബറിൽ അമിട്ടുകൾ പൊട്ടിച്ചു. ബോട്ടുടമകളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും കുടുംബാംഗങ്ങളും ഹാർബറിൽ എത്തിയിരുന്നു. ട്രോളിംഗ് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ദിനങ്ങളിൽ മത്സ്യബന്ധന മേഖലയ്ക്ക് നിരാശ. മോശം കാലാവസ്ഥയാണ് ചാകര പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയായത്. കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഭൂരിഭാഗം ബോട്ടുകളും കടലിൽ പോയി തുടങ്ങിയില്ല. യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖലയിൽ ഇങ്ങനെയൊരു അനുഭവം ആദ്യമാണ്. 52 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സീസണിൻ്റെ ആദ്യ ദിനത്തിൽ ധാരാളം ചരക്കെത്തി അതിൻ്റെ അപാരമായ തിരക്കും ആവേശവും ലേലവിളിയും ഉയരേണ്ട ഹാർബർ പരിസരവും ലേലഹാളും ശൂന്യമായിരുന്നു. 100 കണക്കിന് ബോട്ടുകളെത്തി ചരക്കിറക്കുകയും അതിൻ്റെ വിപണനം നടക്കുകയും ചെയ്യുന്ന ശക്തികുളങ്ങര ഹാർബറിൽ എല്ലാവരും നിരാശയോടെ കാത്തിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 40ഓളം ബോട്ടുകൾ മാത്രമാണ് ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ആദ്യം കടലിൽ പണിക്ക് പോയത്. എന്നാൽ മോശം കാലാവസ്ഥ മൂലം ഇവയ്ക്കും ഉൾക്കടലിലേക്ക് പോകാൻ സാധിച്ചില്ല. 20 ബോട്ടുകൾ തങ്കശ്ശേരി ഭാഗത്ത് അടുപ്പിച്ചു. ലേലക്കാർ, മത്സ്യം തിരിയുന്നവർ, ലോഡിംഗ് തൊഴിലാളികൾ, മത്സ്യവില്പന നടത്തുന്ന സ്ത്രീകൾ തുടങ്ങി എല്ലാവരും നിരാശയിലാണ്. കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ സ്ഥിതി മെച്ചപ്പെടുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. കോർപ്പറേഷൻ്റെ അറബുശാല പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി. വർഷങ്ങളോളം അറബുശാല പ്രവർത്തനരഹിതമായി കിടന്നതുമൂലം അനധികൃത കശാപ്പ് നഗരത്തിൽ വ്യാപകമാണ്. കശാപ്പ് മാലിന്യങ്ങൾ ജലാശയങ്ങളിലും റോഡരികുകളിലും കൊണ്ട് തള്ളുന്നതും പതിവാണ്. കശാപ്പ് ചെയ്ത് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ ആരോഗ്യ പരിശോധനയും ഉണ്ടായിരുന്നില്ല. അറവുശാല പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ ഗുരുതരമായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. 2019 അറവുശാല പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഒരാഴ്ചയ്ക്കകം പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാഞ്ഞതും സാങ്കേതിക തകരാറ് മൂലമാണ് അന്ന് പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നത്. ഇപ്പോൾ കൊല്ലം കോർപ്പറേഷൻ 56 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അറവുശാല പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. അറവുശാലയിലെ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.